കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോഴ്സായിരുന്നു MIT എന്ന് പറയുന്നത്. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട കോഴ്സാണ് MIT എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതാണ് ഹോസ്പിറ്റലുകളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട പ്രോഗ്രാം. AT and OT എന്ന് പറയും. അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നാണ് കോഴ്സിൻ്റെ പേര്. BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സാണിത്. അപ്പം ഒരു ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പഠിച്ചിട്ടുള്ള ടെക്നീഷ്യന്മാർ എന്താണ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് മുൻപായിട്ട് അവിടുത്തെ എക്യുപ്മെൻറ്റ്സും മെഷീൻസും ലൈറ്റൊക്കെ സർജറിക്ക് വേണ്ടിയിട്ട് സജ്ജീകരിക്കുക. സർജറി നടക്കുന്ന സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ സർജനെ അസിസ്റ്റ് ചെയ്യുക. പേഷ്യൻസിനെ സർജറിക്ക് മുൻപും ശേഷവും ടേക്ക് കെയർ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ വരുന്നതാണ് അനസ്തേഷ്യ ടെക്നോളജി. അനസ്തേഷ്യ ടെക്നോളജി പഠിച്ചിട്ടുള്ള ടെക്നീഷ്യൻസ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനസ്തേഷ്യോളജിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട്, അനസ്തേഷ്യ കൊടുക്കുന്ന ആളുകൾ, അവരെ അസിസ്റ്റ് ചെയ്യുക. അതേമാതിരി തന്നെ ഇതിനും ഒരുപാട് മെഷീൻസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അനസ്തേഷ്യ ടെക്നോളജി പഠിച്ചിട്ടുള്ള ടെക്നീഷ്യന്മാർ ചെയ്യുന്നത്. ഇവർക്ക് ഒരിക്കലും ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. എപ്പോഴും അനസ്തേഷ്യോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ അസിസ്റ്റ് ചെയ്യായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഈ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വർഷത്തെ പ്രോഗ്രാമാണ്. 3 വർഷം പ്ലസ് ലാസ്റ്റ് 1 ഇയർ നിർബന്ധിത പ്രാക്ടീസിങ് കരിയറോട് കൂടെ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പോട് കൂടെ വരുന്ന BSc അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സാണ് AT and OT എന്ന് പറയുന്നത്. കേരളത്തിൽ ഇതിന് സീറ്റുകൾ നിലവിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കേരളത്തിൽ AT and OT എന്ന് പറയുന്ന കോഴ്സിന് സീറ്റുകളൊന്നും തന്നെ അവൈലബിൾ അല്ല.